ഇഗ്നാത്തിയോസ് മെത്രാപ്പോലീത്ത ഇന്ത്യയിലെ കേരളത്തിലെ സിറോ മലങ്കര കത്തോലിക്ക സഭയുടെ മാവേലിക്കര എപ്പാർക്കിയാണ്. ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പോലീത്തയായി അനുഗ്രഹ പ്രഭാഷണത്തിനായി ഏറെ ബഹുമാനത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഉൾപ്പെടെയുള്ള വലിയ സഹോദരങ്ങൾ, ശ്രീ ബാബു റജു, ഡോക്ടർ ബിജു ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, പിന്നെ വൈദികരെ, സമർപ്പിതരെ, സഹോദരി സഹോദരന്മാരെ, നസ്രാണി സമുദായത്തിൻ്റെ ഈ യോഗം മാർത്തോമാ ശ്ലീഹായുടെ ദുഹ്റാന പെരുന്നാളിൻ്റെ തലേ ദിവസം ക്രമീകരിച്ചതിൽ പ്രത്യേകമായ സന്തോഷമുണ്ട്. നസ്രാണി ക്രിസ്ത്യാനികളായ നാം ഒന്നിച്ചുകൂടി നമ്മുടെ സ്വത്വബോധത്തെക്കുറിച്ചും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയ നന്മകളെക്കുറിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാനും ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം ഏറെ തീഷ്ണതയോടെ ജീവിക്കുവാനും നാളെക്കുറിച്ചുള്ള ആകുലതയില്ലാതെ പ്രത്യാശയോടെ മുമ്പോട്ട് പോകുവാനും ഈ സമ്മേളനം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതിപുരാതനമായ ഭാരതത്തിലെ ക്രൈസ്തവ സഭ ഈശോ മിശിഹായുടെ 12 ശ്ലീഹന്മാരിൽ ഒരുവനായ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതം എന്നതിനാൽ തന്നെ ഈ സഭയുടെ പൗരാണികത്വവും അപ്പോസ്തോലികതയും വ്യക്തമാണ്. മാർത്തോമാ നസ്രാണികൾ, മാർത്തോമാ ക്രിസ്ത്യാനികൾ, നസ്രാണി മാർപ്പിളമാർ, സുറിയാനി ക്രിസ്ത്യാനികൾ എന്നീ ശീർഷകങ്ങളിലാണ് ഇന്ത്യയിലെ പൗരാണിക ക്രിസ്തീയ സമൂഹം പരമ്പരാഗതമായി അറിയപ്പെടുന്നത്. മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ഈ സഭ പേർഷ്യൻ സാമ്രാജ്യത്തിലെ സഹോദര സഭകളുമായി പുരാതന കാലം മുതലേ സജീവ ബന്ധം പുലർത്തിയിരുന്നതായി കാണാം. ഒരേ പൈതൃകത്തിൻ്റെ അവകാശികൾ എന്നതാണ് ഈ ബന്ധത്തിനുള്ള മുഖ്യ അടിസ്ഥാനം. കാരണം മാർത്തോമാ ശ്ലീഹായിൽ നിന്നോ ശ്ലീഹായുടെ ശിഷ്യന്മാരിൽ നിന്നോ വിശ്വാസം ഏറ്റുവാങ്ങിയ സഭകളാണ് ഇവ. പുരാതന സെമിറ്റിക് ഭാഷയായ സുറിയാനി ഭാഷ ഈ സഭകളുടെ എല്ലാം പൊതുവായ ആരാധന ഭാഷയാണ്. പുരാതന കാലം മുതലേ തലമുറകൾ തമ്മിലുള്ള വർഗപരവും സാംസ്കാരികവുമായ ബന്ധം, ദൃഢതയുള്ള വാണിജ്യ ബന്ധം എന്നിവ ഈ സഭകൾ തമ്മിലുള്ള സംസർഗത്തിന് സ്വാഭാവികത നൽകി. നമ്മുടെ ശ്ലൈഹിക പൈതൃകം സംരക്ഷിക്കുന്നതിന് ആയിരുന്നു മാർത്തോമാ നസ്രാണികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. അങ്ങനെ അവർ തോമായുടെ നിയമം അഥവാ തോമാ മാർഗം എന്ന് വിളിച്ചു. അവരുടെ മതാത്മക ജീവിത ശൈലിയുടെ ആകത്തുകയായിരുന്നു അത്. മാതൃസഭയുടെ ഭാരതീയവും അപ്പസ്തോലികവും പൗരസ്ത്യവുമായ തനിമയെ പ്രകാശിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളും തോമാ മാർഗം കൊണ്ട് അർത്ഥമാക്കിയിരുന്നു. മാർത്തോമാ ശ്ലീഹായിൽ നിന്നും ഏറ്റുവാങ്ങിയ വിശ്വാസ പൈതൃകത്തിൽ അടിയുറച്ചു നിന്ന് ഇന്ത്യയിലെ മാർത്തോമാ നസ്രാണികൾ നൂറ്റാണ്ടുകളിലൂടെ ആർജിച്ച സഭാജീവിത ശൈലിയുടെ ആകത്തുകയാണ് മാർത്തോമാ മാർഗം. തങ്ങളുടെ നിയമാനുസൃതമായ കീഴ്വഴക്കങ്ങളും പാരമ്പര്യങ്ങളും ആചാരങ്ങളും സ്വാതന്ത്ര്യവും പണയപ്പെടുത്താതെ സ്വന്തമായ ഒരു സഭാ ശിക്ഷണക്രമം രൂപപ്പെടുത്തുവാൻ മാർത്തോമാ നസ്രാണികൾക്ക് കഴിഞ്ഞു. തങ്ങളുടെ സഭാത്മക ജീവിത ശൈലിയുടെ ബാഹ്യ ഘടകങ്ങളാകത്തക്ക വിധം സാമൂഹിക ആചാരങ്ങളെ നസ്രാണികൾ അനുരൂപപ്പെടുത്തുകയും ക്രൈസ്തീകരിക്കുകയും ചെയ്തു. മാർത്തോമാ ക്രിസ്ത്യാനികളുടെ വിവാഹ ആഘോഷത്തോടനുബന്ധിച്ചുള്ള ആചാര അനുഷ്ഠാനങ്ങളിലാണ് സാംസ്കാരിക അനുരൂപണം കൂടുതൽ പ്രകടമായത്.
അഭിനന്ദനാർഹമായ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ ഉത്തമ മാതൃകയായിരുന്നു മാർത്തോമാ നസ്രാണികളുടെ ക്രിസ്തീയ ജീവിതവും സാമൂഹ്യ ജീവിതവും. നസ്രാണികളുടെ ഇടയിൽ തിളങ്ങി നിന്ന താമസ ചൈതന്യം അവരുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വലിയൊരു സവിശേഷതയാണ്. ആദിമസഭയുടെ ആത്മീയ ജീവിത ശൈലിയോട് വളരെയേറെ അടുത്തു നിൽക്കുന്ന ഒന്നായിരുന്നു നസ്രാണികൾ നോമ്പിനും ഉപവാസത്തിനും നൽകിയിരുന്ന പ്രാധാന്യം. താമസ ജീവിത ചൈതന്യത്തെ പ്രകാശിപ്പിക്കുന്നതായിരുന്നു ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും അനുഷ്ഠിച്ച ഉപവാസം. നസ്രാണികളുടെ ആഴമായ ആധ്യാത്മികതയെ പാശ്ചാത്യ മിഷണറിമാർ വളരെയേറെ ശ്ലാഘിക്കുകയുണ്ടായി. ഉപവാസത്തിൻ്റെ സ്നേഹിതർ എന്നതാണ് മിഷണറിമാർ നസ്രാണികളെ വിളിച്ചിരുന്നത്. പൗരസ്ത്യ സുറിയാനി സഭയിൽ ഉപവാസം വളരെ കർക്കശമായിരുന്നു. മാംസം, മത്സ്യം, മുട്ട, പാൽ തുടങ്ങിയ ഒന്നും അവർ ഭക്ഷിച്ചിരുന്നില്ല. ഉപവാസകാലത്ത് ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭക്ഷിച്ചിരുന്നുള്ളൂ. വൈകുന്നേരത്തെ ആരാധന ശുശ്രൂഷയ്ക്ക് ശേഷമേ എന്തെങ്കിലും ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്തിരുന്നുള്ളൂ. വിവാഹിതർ ദാമ്പത്യ അവകാശങ്ങളും ഉപേക്ഷിച്ചിരുന്നു. ഉപവാസത്തെക്കുറിച്ചുള്ള പൗരസ്ത്യ സുറിയാനി പാരമ്പര്യവും താമസ ജീവിതത്തെക്കുറിച്ചുള്ള ഭാരതീയ ചിന്തകളും മാർത്തോമാ നസ്രാണികളുടെ ആധ്യാത്മിക ജീവിതത്തിൽ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നതായി കാണാം. അഗാധവും വിശാലവുമായ സഭാവിജ്ഞാന കാഴ്ചപ്പാടാണ് മാർത്തോമാ ക്രിസ്ത്യാനികൾ ഉൾക്കൊണ്ടിരുന്നത്. സഭയെപ്പറ്റിയുള്ള കാഴ്ചപ്പാടിൽ സഭ സഭകളുടെ കൂട്ടായ്മയാണെന്നുള്ള അവബോധം അവരിൽ രൂഢമൂലമായിരുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വത്തിൽ ഉറച്ചു നിന്ന നസ്രാണികൾക്ക് തങ്ങളുടെ തോമായുടെ നിയമവും പാശ്ചാത്യ സഭയുടെ പത്രോസിന്റെ നിയമവും പരസ്പര വിരുദ്ധമായി തോന്നിയില്ല. തിരുസഭയിൽ അംഗീകരിക്കപ്പെട്ടിരുന്ന തുല്യ പദവികളും അവകാശങ്ങളുമുള്ള രണ്ട് വ്യക്തിസഭകളായിട്ടാണ് പൗരസ്ത്യ സഭയെയും പാശ്ചാത്യ സഭയെയും നസ്രാണികൾ കണ്ടത്. തോമായുടെ നിയമം തങ്ങളുടെയും പത്രോസിന്റെയും നിയമം പാശ്ചാത്യരുടെയും സഭാജീവിത ശൈലികളാണെന്നും ഇവ രണ്ടും അഭംഗുരം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുമുള്ള ബോധ്യം നസ്രാണികൾക്കുണ്ടായിരുന്നു. മാർത്തോമാ നസ്രാണികൾ ആരംഭം മുതൽ തന്നെ ഉയർത്തിപ്പിടിച്ച ഈ സഭാവിജ്ഞാനീയമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അടിവരയിട്ട് പഠിപ്പിക്കുന്നത്. പൗരസ്ത്യ കത്തോലിക്ക സഭകളെ സംബന്ധിക്കുന്ന ഡിക്രിയിൽ ഇപ്രകാരം ഉത്ബോധിപ്പിക്കുന്നു: വിവിധ സ്ഥലകാല മാർഗങ്ങൾ അനുസരണമായി ജീവിതത്തെ ക്രമവൽക്കരിച്ചുകൊണ്ട് ഓരോ പ്രാദേശിക സഭയുടെയും പാരമ്പര്യങ്ങളെ അഭംഗുരമായി പൂർണ്ണമായും സംരക്ഷിക്കുക എന്നതാണ് തിരുസഭയുടെ ലക്ഷ്യം. ഓറിയന്റൽ കോൺഗ്രിഗേഷനെ കുറിച്ചുള്ള ഡിക്രിയിൽ അത് രണ്ടാമത്തെ പാരഗ്രാഫിൽ എടുത്തു പറയുന്നുണ്ട്. എല്ലാ സഭകൾക്കും തുല്യ പദവിയാണുള്ളത്. റീത്തിന്റെ ന്യായത്താൽ ഒന്ന് മറ്റൊന്നിന് മുമ്പിലല്ല. എല്ലാ സഭകൾക്കും ഒരേ അവകാശങ്ങളും ഒരേ ഉത്തരവാദിത്വങ്ങളുമാണുള്ളത്. മൂന്നാമത്തെ പാരഗ്രാഫ്. മാർത്തോമാ നസ്രാണികളുടെ സഭാവിജ്ഞാനീയത്തിലെ മറ്റൊരു വശം ഭരണാധികാരത്തെക്കുറിച്ചുള്ള മാർത്തോമൻ ദർശനമാണ്. സഭയുടെ ശിക്ഷണക്രമവും ഭരണാധികാരവും ഒക്കെ ആധ്യാത്മിക പിതൃസ്വത്ത് സംരക്ഷിക്കുവാനുള്ള സംവിധാനങ്ങളായിട്ടാണ് മുഖ്യമായും അവർ കരുതിയത്. ഭരണാധികാരി സ്വദേശീയനോ വിദേശീയനോ ആകട്ടെ, സുറിയാനിക്കാരനോ ലത്തീൻകാരനോ ആകട്ടെ, അദ്ദേഹം തങ്ങളുടെ റീത്തിനെ ആദരിക്കുന്നയാളും റീത്തിനെ കുറിച്ച് തങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയുന്ന ആളുമായിരിക്കണമെന്ന് മാർത്തോമാ നസ്രാണികൾക്ക് നിർബന്ധമുണ്ടായിരുന്നതായി ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു. 1653 കൂരിൻകുരിശ് സത്യവും തുടർന്നുള്ള സംഭവങ്ങളും ഇതിന് തെളിവാണ്. സഭ കേവലം അധികാരവും ഭരണവുമല്ലെന്നും മിശിഹ അനുഭവത്തിൽ അധിഷ്ഠിതമായ വിശ്വാസത്തിൻ്റെ ആഘോഷവും ലിറ്റർജി, ജീവിതവും ആധ്യാത്മികത, സ്വാംശീകരണവും ദൈവശാസ്ത്രവുമാണ്. ആരാധനക്രമ ജീവിതം, ആധ്യാത്മികത, ദൈവശാസ്ത്ര ദർശനം ഇവയാണ് സഭയുടെ അന്തസ്സത്ത എന്നുള്ള ആഴമായ ബോധ്യം നസ്രാണികൾക്കുണ്ടായിരുന്നു. അധികാരവും ഭരണവുമൊക്കെ ആത്മീയ പിതൃസ്വത്തിന് ശുശ്രൂഷയും സംരക്ഷണവും നൽകുവാനാണെന്നുള്ള ഈ മാർത്തോമൻ കാഴ്ചപ്പാട് ഉത്കൃഷ്ടമായ സഭാ ദർശനങ്ങളാണ്.
തദ്ദേശീയ ഘടകങ്ങളും സുറിയാനി പാരമ്പര്യങ്ങളും സ്വാംശീകരിച്ചുകൊണ്ട് മാർത്തോമ നസ്രാണികൾ തനതായ ഒരു ശിക്ഷണക്രമത്തിന് രൂപം നൽകി. സഭാകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പള്ളി യോഗങ്ങളായിരുന്നു. വൈദികരും കുടുംബനാഥന്മാരുമായിരുന്നു പള്ളിയോഗത്തിലെ അംഗങ്ങൾ. താരതമ്യേന പ്രാധാന്യം കൂടുതലുള്ള വിഷയങ്ങൾ പല ഇടവകൾ ചേർന്നുള്ള പ്രാദേശിക യോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അഖില സഭാ യോഗത്തിലും തീരുമാനിക്കപ്പെട്ടു. സമൂഹത്തിന്റെ ക്രിസ്തീയ ജീവിതവും സാമ്പത്തികവും ഭൗതിക കാര്യങ്ങളും പള്ളി യോഗങ്ങളാണ് ശ്രദ്ധിച്ചിരുന്നത്. ഗൗരവമായ തെറ്റ് ചെയ്തവരെ സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കുവാനുള്ള അധികാരവും പള്ളി യോഗങ്ങൾക്കുണ്ടായിരുന്നു. പള്ളിയോഗത്തിന്റെ സമ്മതത്തോടെയാണ് അതാത് ഇടവകയുടെ ആവശ്യമനുസരിച്ച് വൈദികർക്ക് പട്ടം നൽകിയിരുന്നത്. സഭാകാര്യങ്ങളിൽ വിശ്വാസികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ക്രിസ്തീയ സമൂഹത്തിന്റെ കീഴ്വഴക്കങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുകയും ചെയ്തിരുന്നത് പള്ളി യോഗങ്ങളായിരുന്നു. അർക്കതിയോക്കൻ എന്നറിയപ്പെട്ടിരുന്ന വൈദിക പ്രമുഖരായിരുന്നു പള്ളിയോഗങ്ങളുടെ ഉന്നത അധികാരികൾ. സഭയുടെ തലവനായി അഖിലേന്ത്യയുടെ മെത്രാപ്പൊലീത്ത ഉണ്ടായിരുന്നുവെങ്കിലും ഭരണച്ചുമതല പ്രായോഗികമായി അർക്കതിയോക്കന്റെ കരങ്ങളിലായിരുന്നു. ആത്മീയ പിതാവെന്ന നിലയിൽ വിശ്വാസ കാര്യങ്ങളിൽ മെത്രാപ്പൊലീത്ത പ്രത്യേകം ശ്രദ്ധിച്ചപ്പോൾ നസ്രാണി സമൂഹത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ നേതാവായി അർക്കതിയോക്കനെ അവരെ നയിച്ചു. രാജകീയമായ അവകാശ അധികാരങ്ങളും അർക്കതിയോക്യൻ അനുഭവിച്ചിരുന്നു. കൊച്ചി രാജ്യത്തിലെ 72 രാജകുമാരന്മാരിൽ ഒന്നാമനായിട്ടാണ് അർക്കതിയോക്കൻ ആദരിക്കപ്പെട്ടിരുന്നത്. പള്ളിയോഗങ്ങൾക്കുണ്ടായിരുന്ന വലിയ അധികാരവും അർക്കതിയോക്കന്റെ സമുന്നത പദവിയും അവകാശ ആനുകൂല്യങ്ങളും നസ്രാണി സഭയെ ഏറെക്കുറെ സ്വതന്ത്രമായ ക്രിസ്തീയ റിപ്പബ്ലിക്കാക്കിയിരുന്നു. സ്വത്വബോധമാണ് വ്യക്തികളെയും സമൂഹങ്ങളെയും വേറിട്ടതാക്കുന്നതും പ്രസക്തമാക്കുന്നതും. ശരിയായ സ്വത്വബോധമുണ്ടാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യവും വളർച്ചയും നമ്മൾ അനുഭവിക്കുന്നത്. തങ്ങൾക്കുള്ള അനന്യതയെ മുൻനിർത്തി തങ്ങളെ സ്വയം മനസ്സിലാക്കുക, ഇതാണ് സ്വത്വത്തിന്റെ അടിസ്ഥാനം. മാർത്തോമൻ പൈതൃകവും അതിൻ്റെ സവിശേഷതകളുമാണ് സുറിയാനി ക്രിസ്ത്യാനികളായ നമ്മുടെ അനന്യത. ഒരു വ്യക്തിസഭയുടെ പൂർണ്ണമായ ആവിഷ്കാരം നടക്കുന്നത് അതിൻ്റെ ആരാധനക്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്വത്വബോധത്തിൻ്റെ വളർച്ചയ്ക്ക് ഓരോ സഭയിലെയും ആരാധനക്രമ രൂപീകരണവും അതിൻ്റെ വളർച്ചയുടെ ചരിത്രവും മനസ്സിലാക്കുന്നത് പ്രധാനമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പൗരസ്ത്യ ആരാധനക്രമങ്ങളുടെ പൗരാണികതയും സമ്പന്നതയും സവിശേഷമായി ഉയർത്തിക്കാട്ടുന്നു. സാർവത്രിക സഭ പൗരസ്ത്യ സഭകൾ വഴി എത്രയധികം സമ്പന്നമായിട്ടുണ്ടെന്ന് ചരിത്രവും പാരമ്പര്യങ്ങളും നിരവധി സഭാ സംവിധാനങ്ങളും തെളിയിക്കുന്നുണ്ട്. എക്യുമെനിസത്തെക്കുറിച്ചുള്ള ഡിഗ്രിയും പൗരസ്ത്യ സഭകളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അവയിൽ പലതും സ്ലീഹന്മാരാൽ സ്ഥാപിതമെന്ന് അഭിമാനിക്കുന്നു. പൗരസ്ത്യ സഭകളുടെ സംവിധാനങ്ങൾ, ദൈവ ആരാധന രീതികൾ, സഭാ പാരമ്പര്യങ്ങൾ, ക്രൈസ്തവ വിവാഹ സമ്പ്രദായം എന്നിവ ആഗോള കത്തോലിക്ക സഭ ആദരവോടെ അംഗീകരിക്കുന്നു. ആരാധനാക്രമത്തോടൊപ്പം തന്നെ ആധ്യാത്മികതയുടെ ചരിത്രവും സ്വത്വബോധം വളർത്തുവാൻ സഹായിക്കുന്നു. പൗരസ്ത്യ ദേശങ്ങളിലാണ് സന്യാസ ജീവിതം ആരംഭിച്ചതെന്നും അവിടെ നിന്നാണ് പാശ്ചാത്യ ദേശങ്ങളിലേക്ക് അത് വ്യാപിച്ചതെന്നും കൗൺസിൽ പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മുടെ സ്വത്വബോധം ആഴമുള്ളതാകണമെങ്കിൽ നാം ചരിത്ര പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം. സഭാകാര്യങ്ങളിൽ ആരോഗ്യപരമായ സംവാദങ്ങൾ ചരിത്രബോധത്തെ സജീവമാക്കിയിരുന്നു. സ്വത്വബോധവും ഐക്യചിന്തകളും വളർത്തിയെടുക്കുവാൻ ശരിയായ ചരിത്ര പഠനം ആവശ്യമാണ്. പൗരസ്ത്യ സഭകളുടെ അംഗങ്ങളായ നമുക്ക് ഈ രംഗത്ത് കൂടുതൽ സൃഷ്ടിപരവും ആരോഗ്യപരവുമായി ശ്രദ്ധയെലുത്തുവാൻ സാധിക്കും. ശക്തമായ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നും ദുർബലമായ വർത്തമാന കാലത്തിലേക്ക് നാം മാറ്റപ്പെട്ടു. സാമ്പത്തികവും സാംസ്കാരികവുമായ വളർച്ചാ മുരടിപ്പ് ക്രൈസ്തവ സമൂഹത്തെ പിന്നോട്ട് നിർത്തുന്നു. മാർത്തോമാ മക്കളുടെ അനന്യതയും സവിശേഷതകളും നിരവധിയായ കാരണങ്ങളാൽ കൈമോശം വന്നിട്ടുണ്ട്. ഉറവിടങ്ങളിലേക്ക് മടങ്ങുവാനും
മാർത്തോമൻ ദർശനങ്ങളുടെ ഔന്നത്യം തിരിച്ചറിയുവാനും മാർത്തോമൻ ജീവിതശൈലി പിന്തുടരുവാനും നമുക്ക് പരിശ്രമിക്കാം. മാർത്തോമ ക്രിസ്ത്യാനികൾ പ്രൗഢിയോടെ സമ്മേളിക്കുന്ന ഈ കൂട്ടായ്മ നമ്മുടെ അസ്തിത്വത്തിന്റെ തനിമ തിരിച്ചറിയുവാനും പിന്തുടരുവാനും നമ്മെ ശക്തരാക്കട്ടെ. ആലസ്യത്തിൽ നിന്നും ഉണർന്ന് ധീരതയുടെയും സ്ഥിരോത്സാഹത്തിൻ്റെയും പ്രേക്ഷിതരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിവിധങ്ങളായ പ്രതികൂല ഘടകങ്ങൾ ഭാരത ക്രൈസ്തവരെ വലയം ചെയ്യുമ്പോൾ മാർത്തോമാ ശ്ലീഹായുടെ വ്യക്തിത്വ സവിശേഷതകളും ദുഃഖരോധ തിരുനാളുകളും നമ്മെ പ്രബുദ്ധരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നൽകുന്നു.